നമസ്കാരം. അയ്യപ്പസ്വാമിയെക്കുറിച്ച് 2 എപ്പിസോഡ് ചെയ്തു. അയ്യപ്പ ഭക്തന്മാർ നിരവധി വിളിച്ചു. എന്നെ നടുക്കിക്കൊണ്ട്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഉപാസകരൊക്കെ, ഞാൻ ഉപാസന ചെയ്യുന്ന ആളായിരുന്നു. 60-ാമത്തെ വയസ്സായപ്പോൾ ഞാൻ ജപവുമൊക്കെ നിർത്തി, ക്ഷേത്ര ദർശനങ്ങളും കുറച്ചു. ഇനിയിപ്പോൾ പിള്ളയാർപട്ടി വരെ പോകണം. നമ്മുടെ സുഹൃത്ത് കാളിദാസ തിയേറ്ററിൻ്റെ ഓണർ, അദ്ദേഹത്തിൻ്റെ പിള്ളയാർപട്ടി ഭക്തനാണ്. അനിൽകുമാർ റെയിൽവേയിലെ ഉദ്യോഗസ്ഥനായിരുന്നു, TT ആയിരുന്നു. അദ്ദേഹം പിള്ളയാർപട്ടിയിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടുണ്ട്. ഗണപതി ഭഗവാനാണ്, വിഘ്നങ്ങളെ ഈശ്വരീയമാക്കുന്ന ഭഗവാൻ. മനുഷ്യജീവിതത്തിൽ വിഘ്നങ്ങൾ, തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ, എത്ര സൗഭാഗ്യങ്ങളുണ്ടെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിഘ്നങ്ങളെ ഈശ്വരീയമാക്കുന്ന ഭഗവാനാണ്. തമിഴ്നാട്ടിലാണ്. പിള്ളയാർപട്ടിയിലൊന്ന് പോകണം എന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുന്നു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശബരിമല ശാസ്താവ്, ശബരിമല അയ്യപ്പൻ ദുഃഖദുരിതങ്ങളെ, നമ്മൾ കുട്ടിക്കാലം മുതൽ സ്വാമി ശരണമയ്യപ്പ, ശർക്കര പായസത്തിൻ്റെ മണം വരും. നമ്മുടെ അടുത്തൊക്കെയുള്ള എൻ്റെ അച്ഛൻ്റെ സുഹൃത്തുക്കൾ ഗോപിപ്പിള്ള എന്നൊക്കെ പറയുന്നവരുടെ വീട്ടിൽ വൈകുന്നേരം ശബരിമലയിൽ പോവാണ്. മാലയിട്ട് കഴിഞ്ഞിട്ട് ശരണം വിളികൾ കുട്ടിക്കാലത്ത് മുതൽ കേട്ട് ശീലിച്ചു പോയതുകൊണ്ട് അവിടെയൊക്കെ സന്ധ്യയ്ക്ക് പോകുമ്പോൾ ആ കട്ടിപ്പായസത്തിൻ്റെ മണമൊക്കെ, നമ്മുടെ മണമൊക്കെ വരുന്ന വീട് ഇന്നതൊന്നുമില്ല. എല്ലാവരും ഒക്കെ പലയിടത്തായി. ഞാൻ അവിടെ നിന്ന് ആ നാടേ വിട്ടുപോയി. മുഴുവൻമുകൾ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വിട്ടുപോയ ഒരാളല്ലേ ഞാൻ. അങ്ങനെയാണ് ശബരിമലയെക്കുറിച്ച്, നമ്മൾ ശാസ്താവിനെക്കുറിച്ച് അറിയുന്നത്. പുലിപ്പുറത്ത് വരുന്ന അയ്യപ്പൻ്റെ കഥ പറഞ്ഞു തന്ന അച്ഛൻ, പന്തളം കൊട്ടാരത്തിലെ കഥ പറഞ്ഞു തന്ന അച്ഛൻ, ശാസ്താവിൻ്റെ കഥ പറഞ്ഞു തന്ന അച്ഛൻ. പിന്നെ ശാസ്താവിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ് ജീവിതം താറുമാറായി പോയ 2012 ഞാനത് എഴുതിയിട്ടുണ്ട്. ഞാൻ ശാസ്താവിനെ, ചെങ്ങന്നൂർ ശിവനാടിയുണ്ട്, ആ ശിവനാടിയിലെ അദ്ദേഹമായിട്ട് എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കെട്ട് നിറച്ച്, അദ്ദേഹമാണ് ഈ കെട്ട് നിറച്ച് തന്നെ. ഞാൻ ബസ്സിൽ പോകുമ്പോൾ ഇങ്ങനെ കരയുവാണ്. കാരണം ഒരുപാട് സ്വത്തുക്കളുണ്ട്, ഒരുപാട് ബന്ധുബലമുണ്ട്. ആ ബന്ധുബലവും ഒക്കെ എനിക്ക് നഷ്ടപ്പെടുവാണ്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. സ്വന്തം സഹോദരി പോലും ഇവിടെ പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ഇറക്കി വിടാവുന്ന തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആ രക്തബന്ധു അവസാനിക്കുകയാണ്. സഹോദരൻ ഇവിടെ ചെന്നപ്പോൾ സഹോദരൻ ഒരു കത്തെഴുതുന്നു. അനാഥാലയത്തിൻ്റെ അനന്താശ്രമത്തിൻ്റെ അഡ്രസ്സിലൊരു പോകാനായിട്ടൊരു തുണ്ടെഴുതുന്നു. അപ്പോൾ മുമ്പിലുള്ള സഹോദരിയും പുറയിലുള്ള സഹോദരനും നമ്മളായിട്ടുള്ള ബന്ധം വേർപെടുത്തിയെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പിന്നെ ശാസ്താവിൽ ഞാൻ അഭയം പ്രാപിച്ചു. ഒരു മാല വാങ്ങിച്ചു. ശാസ്താവ് കോവിലിപ്പോൾ എൻ്റെ മുമ്പിൽ നിന്നിട്ടൊരു തേങ്ങ ഇടിക്കാൻ മാലയിട്ട്. വ്രതമൊന്നും എടുക്കാൻ നിന്നില്ല. നേരെ ഈ പിച്ചാണ്ടി എന്ന് പറയുന്ന നാഡീശാസ്ത്രക്കാരൻ്റെ അടുത്ത് ചെന്നു. അവിടെ ഒരു രാത്രി കിടന്നു. രാവിലെ അദ്ദേഹം എന്നെ അവിടെ ചെങ്ങന്നൂർ അമ്പലത്തിലൊന്ന് കൊണ്ടുപോയി. വൈകുന്നേരം 7 മണിയുടെ ബസ്സിൽ കെട്ട് നിറച്ച് വിട്ടു. ഞാൻ ആ ശരണം വിളികൾക്ക് നടുവിൽ കരഞ്ഞുകൊണ്ടിങ്ങനെ കരയുകയാണ്. എൻ്റെ നല്ല പ്രായമാണ്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കാനുള്ള ഊർജ്ജം എനിക്കില്ലാതെ പോയി. എൻ്റെ ഒരു കപടസന്യാസിയുടെ ആത്മകഥ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ സഹോദരങ്ങൾ എന്നെ വിട്ടുപോയതോ, ഞാൻ സഹായിച്ചവരെന്നെ വിട്ടുപോയി ഓർക്കാത്തതിലോ, എൻ്റെ സഹോദരൻ എന്നെ വിട്ടുപോയതിലോ ഒന്നും എനിക്കിപ്പോൾ ദുഃഖമില്ല. കാരണം അതൊക്കെ തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പല പ്രാവശ്യം വന്നു ചേർന്ന ബീജങ്ങളിൽ നിന്നുണ്ടായ ഏതോ ജന്മത്തിൽപ്പെട്ടവരാണ്. നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരോട് ഒന്നും തോന്നരുത്, നമുക്ക് അവരോട് ശത്രുത തോന്നരുത്. എനിക്ക് പണ്ട് ബിസിനസ്സിൽ കുറച്ച് പണം തന്നപ്പോൾ അമ്മ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു സഹോദരിക്ക്. അതെല്ലാം എൻ്റെ നഷ്ടപ്പെട്ടു പോയി ആ പണം. അപ്പം ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. എന്നോട് ഞാനത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ ഒപ്പിട്ട് കൊടുത്തു. എൻ്റെ സ്വത്തും ഇന്ന് ലക്ഷക്കണക്കിന് വില വരുന്ന സ്വത്തും ഒക്കെ ഞാൻ എഴുതി കൊടുത്തു. അവകാശങ്ങൾ ഇല്ല എന്ന്, എനിക്കതിൽ അവകാശമില്ല നമ്മൾ എഴുതി കൊടുത്തപ്പോൾ നമ്മുടെ എല്ലാ അവകാശങ്ങളും പോയി. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വന്ന ഒപ്പം നിന്നവർക്ക് അതൊക്കെ കിട്ടി. അവരതുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടാകും. അവരുടെ പുതിയ തലമുറകൾ എന്നെ അറിയില്ല. അവരുടെ കുട്ടികളുടെ വിവാഹത്തിനും ഒന്നും എന്നെ വിളിക്കാറില്ല. കാരണം ഞാൻ എന്നും അവരുടെ മുമ്പിൽ മരിച്ചു പോയ ഒരാളാണ്. പണമില്ലാത്തവൻ പിണമാണ്. പണമില്ലാത്തവനെ ബന്ധുക്കൾക്ക് ആവശ്യമില്ല, സഹോദരങ്ങൾക്ക് ആവശ്യമില്ല. അമ്മയോ അച്ഛനോ ഒക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു പക്ഷേ അങ്ങനൊരു മകനുള്ളതായിട്ട് ഓർക്കാം. ഞാൻ ഒരിക്കലും മുടിയനായ പുത്രനല്ല. ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ മനസ്സുണ്ടെങ്കിൽ ഞാനത് ഒപ്പിട്ട് കൊടുക്കില്ലായിരുന്നു. പക്ഷെ അതിനൊക്കെ സഹായമായി നിന്ന ഒരു സ്ത്രീ പിന്നീട് എന്നോട് വന്ന് എല്ലാം നശിച്ച്. ഞാൻ ചെയ്ത അബദ്ധമായി. ഞാൻ പറഞ്ഞില്ല, അതാണ് ശരി.
അതുകൊണ്ട് ഞാനിത് പറയാന്നുള്ളതിൻ്റെ കാരണം, എന്നെ വിളിക്കുന്ന പലരും സഹോദരങ്ങളുടെ ശത്രുതയിൽ കേസ് പറയുന്നവരുമൊക്കെയാണ്. ഞാനിതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞ് എൻ്റെ കാര്യം തന്നെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഞാൻ ശബരിമലയിലേക്ക് പോയി. അതവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞതൊക്കെ. ശബരിമലയിലേക്ക് പോയി കരഞ്ഞുകൊണ്ട് അവിടെ പോയി. അവിടെ കുറേ ദിവസം ഞാൻ വ്രതത്തിലിരുന്നു. ഒരുപാട് പരിചയമുള്ളവരെ കണ്ടു. അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായി, ശബരിമല അയ്യപ്പൻ എല്ലാം ത്യജിച്ച്. എങ്ങനെയാണ് ത്യജിച്ചത്? രണ്ടാനമ്മയുടെ വൈദ്യൻ പറഞ്ഞു കൊടുക്കുന്നു. എപ്പോഴും പറഞ്ഞു കൊടുക്കാൻ, ഇപ്പോഴും കുടുംബങ്ങളിൽ പറഞ്ഞു കൊടുക്കാൻ ഒരാളാവും. പറഞ്ഞു കൊടുത്ത് രോഗം അഭിനയിച്ച് കിടന്ന ആ അമ്മയ്ക്ക് പുലിപ്പാൽ വേണമെന്ന് പറയുമ്പോൾ വനത്തിപ്പോയി പുലിപ്പാൽ കൊണ്ടുവരും. അത് ഐതിഹ്യമാണ്, നമ്മുടെ ഐതിഹ്യമാണ്. അങ്ങനെ അയ്യപ്പൻ്റെ ശക്തി, അയ്യപ്പൻ്റെ ശക്തി നമ്മൾ നിസ്സാരമായിട്ട് കണ്ട അഭയം തേടി വരുന്ന സ്ഥലമാണ്. അങ്ങനെ അഭയം തേടി ഞാനവിടെ പോയി. ശബരിമലയിൽ താടി മുടിയൊക്കെ വളർന്നു. എന്നോ ഉണ്ടായിരുന്ന സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ട് മറ്റൊന്നായി. ശബരിമലയിൽ ഞാനിങ്ങനെ മുറുകെ പിടിച്ച് കിടന്നു. രാത്രികളിൽ ഈ വിരിച്ചു കിടക്കുന്ന അയ്യപ്പന്മാരുടെ മുറികളിൽ, അയ്യപ്പന്മാരുടെ ശരണം വിളികളിൽ, നിലയ്ക്കാത്ത ശരണം വിളികളിൽ ഞാൻ എൻ്റെ ദുഃഖങ്ങൾ മറന്നു എന്ന് ഞാൻ കപട സന്യാസിയുടെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. ഞാനിത് പറയാനുള്ള എൻ്റെ ഒരു പ്രധാന കാരണം, ഇന്നിപ്പോൾ CPM-ൻ്റെ അയ്യപ്പ സംഗമം ഉണ്ടായി. ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആ പ്രസ്ഥാനത്തിൽ അയ്യപ്പ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾ, നമ്മുടെ മുഖ്യമന്ത്രി അവിടെ പോയി വിളക്ക് കൊടുത്തുന്ന പടം ഞാൻ കണ്ടു. അവർക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടായി. നമ്മളാരും അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ട. നമ്മുടെ ഹൈന്ദവ സങ്കല്പത്തിൽ, ഹൈന്ദവർ തന്നെ ഒരുപാട് പേരുള്ളതാണല്ലോ CPM-നകത്ത്. വെള്ളാപ്പള്ളി നടേശനൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അവർ വിളക്ക് കത്തിച്ചു. അയ്യപ്പനെ, ആ ശക്തി അവർ അംഗീകരിച്ചു. അവരതില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ അയ്യപ്പനെ ഉണ്ടെന്ന്, അയ്യപ്പൻ എന്ന് പറയുന്ന ശബരിമല ശാസ്താവിനെ അംഗീകരിക്കുന്ന ഒരു വലിയ സംഘം അവരുണ്ടാക്കി. അടിസ്ഥാനത്തിൽ വേണമെങ്കിലും ആയിക്കോട്ടെ, അവരങ്ങനെ ചെയ്തല്ലോ. ഒരു വിളക്ക് തിരി കത്തിച്ചല്ലോ. അങ്ങനെ ലോകത്തിൻ്റെ മുമ്പിലേക്ക് ദൈവമില്ല എന്ന് പറയുന്ന, ദൈവമില്ലാത്തതിൻ്റെ പേരിൽ വിഗ്രഹങ്ങളെ എടുത്തെറിഞ്ഞ് വെള്ളത്തിലേക്ക് എറിഞ്ഞ പഴയ കാരണവന്മാരുടെ കഥ എനിക്ക് നല്ലപോലെ അറിയാം. ഇതൊന്നും ആവശ്യമില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വാസമില്ല എന്ന് പറയുന്നവർ അയ്യപ്പനെ വേണ്ടിയിട്ട്, അയ്യപ്പ സംഗമത്തിന് വേണ്ടിയിട്ടൊരു വിളക്ക് കത്തിച്ചപ്പോൾ ഞാനതിനെ അംഗീകരിക്കുന്നു. അതെൻ്റെ വ്യക്തിപരമാണ്. കാരണം നിരവധി പേർ, നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും, ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന, ഞാൻ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പലപ്പോഴും പലതിൽ ഇങ്ങനെ സൂചനയായിട്ട് പറയുന്നുണ്ട്. എന്നെ ഒരിക്കൽ വിളിച്ചപ്പോൾ ഒരാൾ, ഭാര്യയെ വിളിച്ചപ്പോൾ ഒരാൾ, കള്ളസ്വാമിയിലേക്ക് പുറകെ നടക്കാൻ, നിനക്ക് നാണമില്ലേ? നിനക്കൊന്നും വേറെ ജോലിയില്ലേ? പിന്നെ സ്വാമി എന്ന് പറയുന്ന ഭർത്താക്കന്മാരുടെ, കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരിൽ ഇനി ഞാൻ പറയില്ല. കാരണം അവർക്ക് വിശ്വാസമുണ്ട്. അവർക്ക് വിശ്വാസമുള്ളത് കൊണ്ട് മാത്രമാണ് അവർ ഇന്നിത് ഈ ഒരു സംഗമം അവിടെ സംഘടിപ്പിച്ചത്. എത്രയോ കോടി രൂപ മുടക്കി അത് ചെയ്തത്. ഇത് ഞാൻ പറയാനുള്ള ഒരു പ്രധാന കാരണം, ഞാൻ അഭയം പോയ സ്ഥലമാണ്. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഞാൻ ശബരിമല പോയപ്പോൾ എന്നെ മറ്റൊരാളാക്കി മാറ്റിയത് ശാസ്താവാണ്. 100%. പിന്നെ ഞാൻ എത്രയോ തവണ പോയി. ഋഷികേശിലും ഹരിദ്വാറിലുമൊക്കെ പോയി. ഹിമാലയത്തിൻ്റെ താഴ്വരകളിലൂടെ നടന്നുപോയി. പക്ഷെ ആദ്യം പോയത് ശബരിമല ശാസ്താവിൻ്റെ അടുത്തേക്കാണ്. നടന്ന് കരഞ്ഞുകൊണ്ട് കയറി. കപട സന്യാസിയുടെ ആത്മകഥ എല്ലാവരും ഒന്ന് വായിക്കണം. കാരണം അതിനെ ഞാൻ ജീവിതം പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഒരു രാത്രി കൊണ്ടൊന്നുമല്ലാതാകുന്നു. പിന്നെ അനുഭവിച്ച യാതനകൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, സ്ത്രീകൾ, എന്തോ ഒരു ദുഷ്ട സ്ത്രീകളുണ്ട് നമ്മുടെയൊക്കെ സമൂഹത്തിൽ. ഒരു പുരുഷനെ നശിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ നമ്മളെ പിന്തുടർന്ന് നശിപ്പിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് അതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. സ്നേഹിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മുടെ കയ്യും കാലും വെട്ടിയെടുത്തുകൊണ്ട് വരാൻ പറയുന്ന സ്ത്രീകളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പകയോടുകൂടി നമ്മളെ തീർക്കാൻ നിൽക്കുന്നവരുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ ഒരു ശക്തിയിൽ നമ്മൾ മുറുകെ പിടിച്ചാൽ ഈ സ്ത്രീകളൊക്കെ തന്നെ ഇങ്ങനെയുള്ള ഒരു 2% സ്ത്രീകളേ ഉള്ളൂ. അങ്ങനെ പകയുള്ള സ്ത്രീകൾ, കലിയുള്ള സ്ത്രീകൾ, കലി കുടിയിരിക്കുന്ന സ്ത്രീകൾ. അവിടെയാണ് ശാസ്താവിൻ്റെ, പിന്നെ ശാസ്താവ് ബ്രഹ്മചാരിയായിരുന്നു. ശാസ്താവിനെ തൊടാൻ പറ്റാത്തതിന് കാരണം എന്താണ്? ആ ശാസ്താവിൻ്റെ ശക്തി അത്ര വളരെ വലുതാണ്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ, ഞാനിത് ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ.
ഒരു മകൻ എന്നെ വിളിച്ചു, സ്വാമി എനിക്കൊന്ന് കാണണം. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ DNA പോകണം, 2-3 ദിവസം കാണില്ല, കുറച്ച് യാത്രകളൊക്കെയാണ്, ഒരു സിനിമയുടെയൊക്കെ പരിപാടിയുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം ചിലപ്പോൾ കാണില്ലായിരിക്കും, അതുകൊണ്ട് 2-3 പ്രോഗ്രാംസ് ചെയ്യാൻ വേണ്ടി പോകണം. ഇല്ല, എനിക്കൊന്ന് സ്വാമിയെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഈ ഓഫീസിൻ്റെ മുമ്പിൽ വന്ന് അദ്ദേഹം എന്നെ കണ്ടു. ഞാൻ കാറിലിരുന്ന് സംസാരിക്കുന്നു. അദ്ദേഹം വന്ന വേറെ ഒന്നിനുമില്ല സ്വാമി, എനിക്കൊന്ന് കണ്ടത് എന്തിനാന്ന് വെച്ചാൽ അയ്യപ്പ സ്വാമിയുടെ ഒരു ഭക്തനാണ് ഞാൻ. എൻ്റെ സാക്ഷാൽ അയ്യപ്പ ശക്തി ഞാൻ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരുന്ന ഒരാളാണ്. സ്വാമി അത് പറഞ്ഞല്ലോ. എൻ്റെ പിതാവ്, ഞങ്ങൾ 4-5 മക്കളുണ്ട്. വളരെ ബുദ്ധിമുട്ടിയാണ് വളർത്തിയത്. അമ്മ നിത്യ രോഗിയായിരുന്നു. വീടിൻ്റെ ഒരു സൈഡിലൊരു പടം വെച്ച്, അയ്യപ്പൻ്റെ പടം വെച്ച് അച്ഛൻ ഭജിക്കും. നല്ലവണ്ണം അധ്വാനിച്ചിട്ട് വരും വയലേലകളിൽ. നല്ലവണ്ണം അച്ഛൻ്റെ ഉരുക്കുള്ള ശക്തിയുണ്ട്. ഞങ്ങളുടെ ശരീരം കണ്ട് വളർന്നവരാണ് ഞാൻ. ഇങ്ങനെ നോക്കിയ അച്ഛൻ പിന്നീട് ഏറ്റവും ചെറുതായി ശക്തിയൊക്കെ ക്ഷയിച്ചു. അപ്പോഴും ഈ ഫോട്ടോയിൽ മുറുകെ പിടിച്ച് ജീവിച്ചു. എന്ത് കാരണങ്ങൾ കൊണ്ടോ ഞങ്ങൾ മക്കളൊക്കെ തമ്മിൽ ഭയങ്കര അടിയായി. അച്ഛനുണ്ടാക്കിയ ചെറിയ ചെറിയ സ്വത്തുക്കൾ, അച്ഛൻ്റെ വയലുകളും അച്ഛൻ്റെ പശുക്കളും ഒക്കെ നമ്മൾ വീതം വെച്ചെടുക്കേണ്ട അവസ്ഥയിൽ കേസും വഴക്കും ഒക്കെ ആയപ്പോഴും ഒരു ബെഞ്ചിൽ ചുമച്ചുകൊണ്ട് അച്ഛൻ ഈ അയ്യപ്പ സ്വാമിയെ സ്വാമി ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട്, എനിക്കത് കേൾക്കുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. അച്ഛന് ഭക്ഷണം കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി. ഞാൻ കല്യാണം കഴിച്ച് എനിക്ക് മക്കളുണ്ടായി. ഞങ്ങളെല്ലാം ആ വീട്ടിനകത്ത് തന്നെ പരസ്പരം കലാപവും കേസിനും വഴക്കുമായിട്ടൊക്കെ നടന്നപ്പോഴും ആ വീടിൻ്റെ ഒരു ഒഴിഞ്ഞ കോണിൽ അച്ഛൻ ഈ അയ്യപ്പ സ്വാമിയുടെ ഫോട്ടോയുമായിട്ട് ഇപ്പോൾ എന്നോട് പറഞ്ഞതേ ഉള്ളൂ. അച്ഛൻ ജീവിച്ചു. അച്ഛൻ്റെ രാത്രികളിലെ ചുമ, രാത്രി അച്ഛൻ ഒരു കഞ്ഞി, സന്ധ്യ ഒരു 6-7 മണിയാകുമ്പോൾ ഇച്ചിരി കഞ്ഞി കൊടുക്കണം. അത് കഞ്ഞി മാത്രമേ കുടിക്കുകയുള്ളൂ. നല്ലവണ്ണം അധ്വാനിച്ച് വയലിൽ പണിയത് അന്തകാലത്താണ്. പശുക്കളെ മേച്ചും ഒക്കെ ഉണ്ടാക്കിയ സ്വത്തുക്കൾക്ക് കണ്ട് അടിവെച്ച് കേസും വഴക്ക് അച്ഛൻ വെറുത്തുപോയി. ദൈവം വിളിച്ചാലല്ലോ ആ സ്വാമി പോകാൻ പറ്റുള്ളൂ എന്ന് അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു. ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോയിരിക്കും. ഒരു ദിവസം എന്നോട് പറഞ്ഞു, നീ എൻ്റെ അടുത്തേക്ക് വരണ്ട, നിനക്ക് ഞാൻ ഈ സ്വത്തൊക്കെ എഴുതി തന്നതുകൊണ്ട് നിൻ്റെ എൻ്റെ മറ്റു മക്കൾക്ക് പകയാണ്. ആ പക നിന്നോടും കൂടെ തീർക്കും. അവർ ചിലപ്പോൾ നിന്നെ കൊല്ലും. ഞാനിവിടെ ആ അച്ഛനെ കാണാൻ പോലും എൻ്റെ മക്കളും എൻ്റെ സഹോദരിമാരും എൻ്റെ സഹോദരന്മാരും പോയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ആ സ്വത്ത് അവർക്ക് എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, എൻ്റെ മക്കളെന്നും കുട്ടികളും എന്ത് ചെയ്യുമെന്ന്. ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അച്ഛൻ മരിച്ചത്. ശബരിമല ശാസ്താവിൻ്റെ ദർശനം കിട്ടിയാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. അച്ഛൻ മരിച്ചു കഴിഞ്ഞ് അച്ഛൻ നിശബ്ദനായിട്ട് മരിച്ചു കിടന്നു. അതിലേറ്റവും വലിയ ദുഃഖം, എൻ്റെ ദുഃഖം, ഞാനില്ലാത്ത സമയത്താണ് എൻ്റെ അച്ഛൻ മരിച്ചത്. എനിക്ക് എൻ്റെ ഭാര്യയും മക്കളെയും ഞാൻ വെറുത്തുപോയി. എൻ്റെ അച്ഛൻ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴും രാത്രികൾ കിടക്കുമ്പോൾ സ്വാമി ശരണമയ്യപ്പ എന്ന് പറഞ്ഞ് വിളിക്കും. ഞാൻ ജോലി തേടി കോയമ്പത്തൂരിലേക്ക് പോയ സമയത്താണ് അച്ഛൻ മരിച്ചത്. പക്ഷേ ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ കാതിൽ അച്ഛൻ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നതിനെ കേട്ട് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ്. അന്ന് ഫോണൊന്നും ഇല്ലായിരുന്നു സ്വാമി. കമ്പനി ചെല്ലുമ്പോൾ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. ഞാൻ അടുത്ത ബസ്സിൽ തന്നെ തിരിച്ചു വന്നു. ഞാൻ നടുങ്ങിപ്പോയൊരു കാര്യം, അച്ഛൻ വെച്ചിരുന്ന ആ ഫോട്ടോ 2ആയിട്ട് പൊട്ടി, എൻ്റെ ഗ്ലാസ് 2ആയിട്ട് പൊട്ടിപ്പോയിരിക്കുന്നു. എൻ്റെ അച്ഛൻ നിശബ്ദനായിട്ട് കിടക്കുന്നു സ്വാമി. ഇപ്പം എന്നോട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പുറത്ത് എൻ്റെ കാറിലിരുന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പം ഞാനത് പറയുവാണ്. ഒരു അച്ഛൻ ഭാര്യ മരിച്ചു, മക്കളെ വളർത്തി, അയ്യപ്പ സ്വാമിയുടെ കാലുകളിൽ ഇങ്ങനെ പിടിച്ചു. എനിക്ക് സ്വത്ത് തന്നതുകൊണ്ട്, എനിക്കെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്വത്ത് കൊടുത്തതുകൊണ്ട്, 2-3 സെൻറ്റ് ഭൂമി അധികം കൊടുത്തതുകൊണ്ട് മക്കളെല്ലാം വെറുപ്പിച്ചു. അച്ഛൻ കിടന്ന് ശാന്തനായി അച്ഛൻ ഉറങ്ങുമ്പോഴും അച്ഛൻ വെച്ച് പൂജിച്ച അച്ഛൻ്റെ മുറിയിലെ ശാസ്താവിനെ സ്വാമിയെ തന്നെയാണ് മുറുകെ പിടിച്ചിരുന്നത്. അയ്യപ്പ സ്വാമിയെ തന്നെയാണ് മുറുകെ പിടിച്ചിരുന്നത്. പക്ഷെ അച്ഛൻ മരിക്കുമ്പോൾ അച്ഛൻ എത്രയോ വർഷം ഉപയോഗിച്ചിരുന്ന ആ ശബരിമാല, ആദ്യം ഇട്ടുകൊണ്ട് പോയ ആ മാല, ആ രുദ്രാക്ഷം, അത് അച്ഛൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുകെ ഉണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വരുന്നവരെ ഇപ്പോഴും സ്വാമി എന്ന് പറഞ്ഞ് അദ്ദേഹം എൻ്റെ ബാഗിൽ നിർത്തിപ്പോൾ എന്നെ കാണിച്ചതേ ഉള്ളൂ. അങ്ങനെയുണ്ട് മക്കൾ. അയ്യപ്പസ്വാമിയുടെ ശക്തി നമ്മൾ കുറച്ച് കാണണ്ട. മനുഷ്യൻ്റെ നന്മയുണ്ടെങ്കിൽ ശരണം വിളിച്ചാൽ നിങ്ങൾക്ക് ഗുണമുണ്ടാകും, സമാധാനമുണ്ടാകും, ശാന്തി ഉണ്ടാകും, മക്കൾക്ക് ശാന്തി ഉണ്ടാകും. ഞാൻ മറ്റുള്ളവരെ കുറിച്ചൊക്കെ ചോദിച്ചു. അതിദാരുണമാണ് മറ്റ് മക്കളുടെയൊക്കെ. ഒരു മക്കളിൽ നിന്നും സമാധാനമില്ലാതെ ഞാൻ എൻ്റെ സ്വത്തുക്കളൊക്കെ അവർക്ക് കൊടുക്കാൻ തയ്യാറായിരുന്നു സ്വാമി. അപ്പോൾ അതുകൊണ്ട് സ്വാമി ഇതൊന്ന് പറയണം.
ഞാൻ ചെന്ന് പറയണം? ഈ കഥ സ്വാമി ഒന്ന് വീഡിയോയിലൂടെ പറയണം, DNA അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ പോയതേ ഉള്ളൂ, എൻ്റെ കാറിലിരുന്ന് കഥ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ആ കഥ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. മക്കളെ സ്നേഹിച്ച അച്ഛൻ, ആ അച്ഛൻ അവസാന കാലത്ത് അച്ഛൻ ഒരു ദാഹം ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ മക്കളില്ലാതായി. ആ ശബരിമലയിലെ ഭക്തിയുടെ ആ മാല മുറുകെ പിടിച്ചുകൊണ്ട് അച്ഛൻ മരിച്ചു. കഞ്ഞി മാത്രമേ കുടിക്കുന്ന അച്ഛൻ വിശപ്പൊരിക്കലിനെ കുറിച്ച് ഒരിക്കലും പറഞ്ഞില്ല. പക്ഷെ അച്ഛൻ മുടങ്ങാതെ ശബരിമല ശാസ്താവിനെ സ്വാമിയെ, എൻ്റെ സ്വാമിയെ, എൻ്റെ ശരണമയ്യപ്പ, എൻ്റെ സ്വാമിയെ എന്ന് വിളിച്ചു മരിച്ചു. ആ മക്കളെല്ലാം ശിഥിലമായി, അവരുടെ മക്കളെല്ലാം വളരെ മോശപ്പെട്ട അവസ്ഥയിലായി. സ്വാമി, എനിക്കൊരു മകളെ ഉള്ളൂ, ഞാൻ കല്യാണം കഴിച്ചു കൊടുത്തു, സന്തോഷമായിട്ട് കഴിയുന്നുണ്ട് സ്വാമി, എൻ്റെ മരണം വരെ അങ്ങനെ തന്നെ അവർ കഴിയട്ടെ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ശാസ്താവിൻ്റെ ശക്തിയേക്കാൾ കൂടുതൽ നമ്മൾ മനുഷ്യൻ്റെ നന്മ വേണം. നന്മയില്ലെങ്കിൽ ഒരു ദൈവത്തിനെ നമ്മൾ വിളിച്ചിട്ട് കാര്യമില്ല. സ്വത്തും പണവും ഒക്കെ ഒരുപാട് വരും. മക്കളെ സ്നേഹിച്ച ഒരു അച്ഛൻ്റെ കഥ പറഞ്ഞുകൊണ്ട്, ശാസ്താവിൻ്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.